PJ വിൻസെന്റ്, നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപുമായി ഒരു പേഴ്സണൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു. മൈ ഫ്രണ്ട് എന്നാണ് ട്രംപിനെ മോദി അഭിസംബോധന ചെയ്തത്, അഡ്രസ് ചെയ്തത്. ഇന്ത്യയിൽ വന്നപ്പോൾ ഗുജറാത്തിൽ അഹമ്മദാബാദിലെ ചേരികൾ പോലും മറച്ചാണ് ഹോസ്റ്റ് ചെയ്തത്. സ്വന്തം സ്റ്റേറ്റിൽ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ ചെന്ന ഇന്ത്യൻ ഡയാസ്പൊറയോട് ആബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് പ്രഖ്യാപിച്ച, ട്രംപിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എന്ന് പറഞ്ഞാൽ പേഴ്സണലായി അത്രയും റിലേഷനുള്ള ആളുകളാണ് ഇവർ. അപ്പോൾ ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം കാണിക്കുന്നത് ഇന്ത്യയോടുള്ള ഇൻസൾട്ട് എന്നുള്ളത് പോലെ നരേന്ദ്രമോദിയോടുള്ള ഇൻസൾട്ട് കൂടിയാണല്ലോ. ട്രംപ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും ഇൻസൾട്ട് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചതെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ട്രംപ് നരേന്ദ്രമോദിയെ ഇൻസൾട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഹൗഡി മോഡി പരിപാടി നടത്തിയ ആളാണ് ട്രംപ്. അതുപോലെ മൈ ഫ്രണ്ട് എന്നാണ് മോഡി ട്രംപിനെ വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് മോഡി ഫാന്റാസ്റ്റിക്, മോഡി ഈസ് ഫാന്റാസ്റ്റിക്, ഫാന്റാസ്റ്റിക് എന്നാണ് പറഞ്ഞത്. അതാണ് അവർ തമ്മിലുള്ള ആ മനോബന്ധം. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ അഭയാർത്ഥികളോട് എന്താണോ ചെയ്തത് ആ കാര്യം വളരെ കൃത്യമായി ഇന്ത്യ ഗവൺമെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ കൺസെൻറ്റ് വാങ്ങിച്ചിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ജനുവരി 20 ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ വേളയിൽ ജയശങ്കർ അവിടെ പങ്കെടുത്തിരുന്നു. ആ സന്ദർഭങ്ങളിൽ അനധികൃത ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ ചർച്ചയും ധാരണയും ഉണ്ടായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിനുശേഷം മോഡിയും ട്രംപും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം വളരെ കൃത്യമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കൃത്യമായ ഒഫീഷ്യൽ ചാനലിലൂടെ വിവരം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമല്ലേ ഡോക്ടർ വിൻസെന്റ്? കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ ഇങ്ങനെ കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് വിമാനത്തിൽ കൊണ്ടുവരുന്ന ഇമേജ് ഇവിടുത്തെ നാഷണൽ സെന്റിമെന്റ്സിനെ ഹർട്ട് ചെയ്യും. എന്ന് മാത്രമല്ല, സർക്കാരിന്റെ ഇമേജിന് തന്നെ ദോഷകരമാണ്. ശരി, ഇന്ത്യക്കാരെ നിങ്ങൾ തിരിച്ചയച്ചോളൂ, ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷെ ഹ്യൂമിലിയേറ്റ് ചെയ്യരുത് എന്ന് ഇന്ത്യ അമേരിക്കയോട് പറയണ്ടേ? അപ്പോ പറയേണ്ടതാണ്. പക്ഷേ ഇത് പരസ്പരം എങ്ങനെയാണ് ഇത് ഡീല് ചെയ്യുന്നത് എന്ന് മുൻധാരണയാക്കിയിട്ടാണ് എങ്കിൽ പിന്നെ അതിനെ വിമർശിക്കാൻ പറ്റുമോ? ഇവിടെ A.A. റഹീം ബഹുമാനനായ പാർലമെന്റ് അംഗം സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ്. പാർലമെന്റിൽ അവർ ചോദിച്ചല്ലോ, 2009 മുതൽ 2023 വരെ ഡിപ്പോർട്ട് ചെയ്തു. അവരെങ്ങനെയാണ് ഡിപ്പോർട്ട് ചെയ്തത്? മിലിറ്ററി വിമാനത്തിലാണോ? അവരെ കൈകാല് ബന്ധിച്ചിട്ടാണോ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? അതിന് ഉത്തരവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരെ ഇങ്ങോട്ട് ഈ രൂപത്തിൽ അവരോട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഒരേ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ നടന്നേക്കാം. ഒന്ന്, ഈ ഡിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൊടും കുറ്റവാളികളാണെങ്കിൽ, ഹെയ്നസ് ക്രൈം ചെയ്ത ആളുകളാണെങ്കിൽ, മനുഷ്യത്വ വിരുദ്ധമായ കൊലപാതകം ചെയ്ത ആളുകൾ, ബോൺ ക്രിമിനൽസ്, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ കൈവിലങ്ങും കാൽവിലങ്ങും ഒന്നും അഴിക്കാൻ പറ്റില്ല. അഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ തൊട്ടടുത്തിരിക്കുന്ന ആളെ അറ്റാക്ക് ചെയ്യുകയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ ഒരുപക്ഷെ ഇങ്ങനെ കൊണ്ടുവരേണ്ട വന്നേക്കാം. പക്ഷേ അത്തരത്തിലുള്ള ഹെയ്നസ് ക്രൈം ചെയ്ത ബോൺ ക്രിമിനൽസ് ആണ് ഇവരെന്ന് രേഖകളിലൊന്നുമില്ലല്ലോ. ഇവർ അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നു. ആ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടേ. അതിന് കൃത്യമായ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്, മനുഷ്യാവകാശങ്ങളുണ്ട്. അത് ഒരു രാജ്യത്തിൻ്റെ റൂൾ ഓഫ് ലോ അല്ല അവിടെ പ്രയോഗിക്കുന്നത്. അമേരിക്കയുടെ റൂൾ ഓഫ് ലോയോ ഇന്ത്യയുടെ റൂൾ ഓഫ് ലോ അല്ല. മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ പരസ്പരം കൈമാറുമ്പോൾ, യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറുമ്പോൾ ഒക്കെ പുലർത്തേണ്ടുന്ന നീതിയെ സംബന്ധിച്ച് യുണൈറ്റഡ് നേഷൻസിൻ്റെ കൺവെൻഷനുകളുണ്ട്, മനുഷ്യാവകാശ കൺവെൻഷനുകളുണ്ട്. അതനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ അമേരിക്കയുടെ ഗോണ്ടനോമ തടവറയെക്കുറിച്ച് അതിശക്തമായി വിമർശിക്കുന്നത്? അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ട തടവുകാരോട് മനുഷ്യത്വരഹിതമായി പെരുമാറാൻ പാടില്ല. അത് അമേരിക്കൻ നിയമം പോലുമാണ്. അതുകൊണ്ടാണോ ലിൻഡ എന്ന് പറയുന്ന സൈനിക ഉദ്യോഗസ്ഥ നഗ്നരായി ബന്ധിച്ചു വെച്ചിട്ടുള്ള ഈ തടവുകാരെ ഒരു നായ ഉപയോഗിച്ച് പീഡിപ്പിക്കുന്ന രംഗം, അതിൻ്റെ ഫോട്ടോ ഒക്കെ വന്നല്ലോ. ഈ ലിൻഡയ്ക്കെതിരെ അമേരിക്ക അന്ന് നടപടിയെടുത്തത് എന്തുകൊണ്ടാണ്?
അത് അമേരിക്കൻ നിയമത്തിനെതിരാണ്, മനുഷ്യാവകാശ ലംഘനവുമാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അമേരിക്കയിൽ അടക്കമുള്ള നിയമമാണിത്. അന്താരാഷ്ട്ര തലത്തിൽ നമ്മളെല്ലാം അംഗീകരിക്കുന്ന നിയമമാണ്. തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കൻ നിയമം ഉപയോഗിച്ച് ഡിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും അമേരിക്കയ്ക്കുണ്ട്. അവർ ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ അവരെ സ്വീകരിക്കും, അത് ഷുവർ എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. അത്തരത്തിലുള്ള ആദാന പ്രദാനങ്ങൾ രാജ്യങ്ങൾക്കിടയിൽ നടക്കണം, അത് നിയമപൂർണ്ണമായിരിക്കണം. അതേസമയം ഇവിടെ നമ്മൾ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വന്ന ആളുകളെ മനുഷ്യത്വരഹിതമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അത് രാജ്യത്തിൻ്റെ നീതി, രാജ്യത്തിൻ്റെ നിയമം എന്നതല്ല പ്രസക്തം, മറിച്ച് മനുഷ്യാവകാശങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ആ മനുഷ്യാവകാശ ധ്വംസനം നടന്നിരിക്കുന്നു. അത് അവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്നതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ ശക്തമായ പ്രതിഷേധം അറിയിക്കണം എന്ന ന്യായമായ കാര്യമാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതാണ് ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങളുടെയൊക്കെ പൊതുവികാരവും ഇന്ത്യൻ ജനതയുടെ പൊതുവികാരവും.